ഇന്നത്തെ കാലഘട്ടത്തിൽ നന്നായി സംസാരിക്കുക എന്നുള്ളത് എല്ലാവർക്കും വേണ്ട ഒരു ബേസിക് ക്വാളിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇൻട്രോവേർട്സിന് യാതൊരു പ്രസക്തി ഇല്ലാത്തൊരു സമയമാണ്. കാരണം ഇന്നത്തെ സമൂഹത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരോടും ഓപ്പൺ ആയിട്ട് മിങ്കിൾ ചെയ്യേണ്ടി വരും. കാരണം ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ വളരെ വിപുലമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കാതെ നമ്മൾ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളവിടെ ചവിട്ടി താഴ്ത്തപ്പെടുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മളുടെ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് വളരെ ബേസിക് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് എങ്ങനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാന്നുള്ള ഒന്ന് രണ്ട് ഐഡിയാസ് ഞാൻ പറയും. അപ്പൊ ഏതൊരു ബേസിക് ആളായാലും അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു മിററാണ്. ആ മിററിൽ നോക്കി നമുക്ക് എപ്പോൾ സമയമുണ്ടോ നമ്മൾ അതിൽ നോക്കി നമ്മൾ നിൽക്കുക. നമ്മളുടെ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ചിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ പോസ്റ്റർ, ഇതൊക്കെ നമുക്ക് നോക്കിയും കണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ കണ്ണാടിയിൽ നോക്കി നമ്മൾ കറക്റ്റായിട്ട് സംസാരിക്കാം, നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാം. അപ്പൊ എവിടെയൊക്കെ സംസാരിക്കുമ്പോഴാണ് നമുക്ക് ചെറുതായിട്ട് പാളിപ്പോകുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വീണ്ടും നമുക്ക് ഡെയിലി പ്രാക്ടീസ് നമുക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പോൾ ഇതിൽ സംസാരിക്കുന്ന വീഡിയോ ചെയ്യുന്നത് തുടങ്ങാൻ ഒരുപാട് മുമ്പ് ഞാൻ ഇതുപോലെ അങ്ങനെ ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം ഞാൻ ബേസിക്കലി ഒരു ഇൻട്രോവേർട്ടാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ മറ്റുള്ള പുതിയ ആൾക്കാരായിട്ട് സംസാരിക്കേണ്ട ഒരവസ്ഥ വരും എന്നെനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ എന്നെ തന്നെ കുറെ വർഷങ്ങളായിട്ട് ഞാൻ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതുപോലെ സംസാരിച്ച് ഞാൻ ക്ലിയർ ചെയ്ത് ഒരുപാട് ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. അപ്പൊ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമുക്ക് വരുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അത് അത്രയും പബ്ലിക്കായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സദസ്സുകളൊക്കെ ചിലപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന സമയത്തുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് അവിടേക്ക് ഒന്ന് കയറി അവിടുത്തെ മൈക്കിന്റെ അടുത്തൊക്കെ നിന്ന് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ചുറ്റുള്ള കാണികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയുണ്ടാവും നമുക്ക് ഇമാജിൻ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചില സമയത്ത് നമുക്ക് ഒരു കോൺഫിഡൻസ് നമുക്കുള്ളിലുണ്ട്. അപ്പൊ ഈ കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളുടെ ഈ സംസാരിക്കാനുള്ള സ്കില്ല് നമ്മൾ പതുക്കെ കൂട്ടുക. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. പുതിയ ആൾക്കാരായിട്ട് നമ്മുടെ ഫ്രണ്ട്സ്, നമ്മളുടെ ലവർ, അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളെ പറ്റി സംസാരിക്കുക. അങ്ങനെ ഒരുപാട് നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞിങ്ങനെ നമ്മുടെ സ്കില്ല്, അതുപോലെ തന്നെ ഒരുപാട് ഭാഷകൾ നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക. ഒരുപാടില്ലെങ്കിൽ നമ്മളുടെ അത്യാവശ്യം മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക് അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഭാഷകളായാലും മതി. നമ്മൾ എത്രത്തോളം നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പുതിയ സിനിമകൾ കാണുന്നു, അല്ലെങ്കിൽ പുതിയ മാസികകൾ വായിക്കുന്നു, അല്ലെങ്കിൽ നോവലുകൾ, എന്തൊക്കെയാണെങ്കിലും നമുക്ക് കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമ്മൾ യൂട്യൂബിൽ യൂസ് ചെയ്യും. കാരണം ഇന്ന് മൊബൈൽ അവൈലബിൾ ആണ്. നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് യൂസേജ് ഓപ്ഷൻ ഉള്ള ഒരു കാര്യമാണ് മൊബൈൽ. അപ്പൊ എല്ലാ കാര്യങ്ങളിലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക, മാക്സിമം ഇംപ്രൂവ് ചെയ്യുക.